ഹായ് ഫ്രണ്ട്സ്, ബി യുണീക്ക് എന്ന പേരുള്ള ഞങ്ങളുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഒരു പുതിയ ചാനലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിലൂടെ ഞങ്ങൾ പുതുതായിട്ടിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളിന്ന് ജീവിക്കുന്നത് ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാജ്യത്തിലാണ്. ഒരു ജനാധിപത്യ സിസ്റ്റത്തെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് ജനാധിപത്യം എന്നുള്ളത്. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ രാജ്യത്തിൻ്റെ ഭരണ കർത്തവ്യത്തിൽ ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാമെന്നുള്ളതാണ്. തങ്ങളെ ആര് ഭരിക്കണം അല്ലെങ്കിൽ തങ്ങളുടെ നാട് ആര് ഭരിക്കണമെന്ന് ജനങ്ങൾക്ക് വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കാമെന്നുള്ള മഹത്തായ ഒരു ഉത്തരവാദിത്വം ഈ ജനങ്ങൾക്ക് ജനാധിപത്യ രാജ്യത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു പൗരനും വോട്ടവകാശമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു പൗരൻ വോട്ട് ചെയ്യണമെങ്കിൽ ആദ്യം അയാൾക്കൊരു വോട്ടേഴ്സ് ID വേണം എന്നുള്ളതാണ്. ആധാറിൻ്റെ വരവോടുകൂടി വോട്ടേഴ്സ് IDയുടെ പ്രാധാന്യം കുറഞ്ഞെങ്കിലും തിരഞ്ഞെടുപ്പുകളിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് വോട്ടേഴ്സ് ID തന്നെയാണ്. ആധാറൊക്കെ വരുന്നതിന് മുമ്പ് വോട്ടേഴ്സ് IDക്ക് ഒരുപാട് പ്രത്യേകതകൾ അല്ലെങ്കിൽ വലിയ വിലയുണ്ടായിരുന്നു. എല്ലാവരും 18 വയസ്സായാൽ ഉടനെ ലൈസൻസ് എടുക്കുന്ന പോലെ തന്നെ 18 വയസ്സായി കഴിഞ്ഞാൽ ഉടനെ വോട്ടേഴ്സ് ID ഉണ്ടാക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 18 വയസ്സ് പൂർത്തിയായ വോട്ടവകാശമുള്ളൊരു പൗരന് തൻ്റെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ ഭരണീയരെ തിരഞ്ഞെടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ നമുക്കൊരു വോട്ടേഴ്സ് ID ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് സൗകര്യമുള്ള സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ പറ്റും. ചില ആൾക്കാരുടെ കയ്യിൽ വോട്ടേഴ്സ് ID ഉണ്ടാകും, പക്ഷേ അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാകില്ല. കാരണം ചിലപ്പോൾ ഇവർ ആദ്യം വോട്ടേഴ്സ് ID എടുത്തു കഴിഞ്ഞ് ഒന്നിൽ താമസം മാറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ വിദേശത്തോ മറ്റോ പോയിട്ടുണ്ടാകും. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ അവരുടെ പേരുകൾ വോട്ടേഴ്സ് ID ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടാകാം. ID കാർഡുള്ള എല്ലാവർക്കും വോട്ട് ഉണ്ടാകണമെന്നില്ല. അതിന് വോട്ടേഴ്സ് ലിസ്റ്റിൽ കൂടി പേര് ചേർക്കണം. ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് ഓൺലൈനായിട്ടാണ് നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കേണ്ടത്. അതിലൂടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ID കാർഡ് കിട്ടുന്നതോടൊപ്പം വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരും കൂടി ചേർക്കപ്പെടുന്നു. പണ്ട് കാലങ്ങളിൽ നമ്മൾ തന്നെ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ തഹസിൽദാരുടെ അടുത്തോ പോയിട്ടാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കേണ്ടത്. അതിന് 2-3 ദിവസത്തെ മെനക്കേടുണ്ടാവും. കാരണം ആദ്യം നമ്മൾ അപേക്ഷ കൊടുക്കണം വില്ലേജ് ഓഫീസറുടെ കയ്യിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു റെസീറ്റ് തരും. അതിൽ നമ്മുടെ ഹിയറിംഗ് ഡേറ്റ് ഉണ്ടാകും. ആ ഹിയറിംഗ് ഡേറ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തിട്ട് വില്ലേജിലോ അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന കേന്ദ്രങ്ങളിലോ പോയിട്ട്, ചിലപ്പോൾ പോളിംഗ് സ്റ്റേഷൻ ആകാം, അല്ലെങ്കിൽ തഹസിൽദാർ ഓഫീസാകാം, താലൂക്ക് ഓഫീസാകാം, ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വലിയൊരു കടമ്പ കടന്നിട്ടാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സർക്കാർ BLOമാരെ നിയമിച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് സൗകര്യമുള്ള സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മുടെ പ്രദേശത്തുള്ള പോളിംഗ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥൻ, ബൂത്ത് ലെവൽ ഓഫീസർ, അയാളിലേക്ക് താലൂക്ക് തലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വില്ലേജ് തലങ്ങളിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് അപേക്ഷകൾ കൊടുക്കുന്നു. അദ്ദേഹം നേരിട്ട് ഫീൽഡ് വെരിഫിക്കേഷൻ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് വെരിഫിക്കേഷൻ ചെയ്തിട്ട് ആണ് ഇപ്പോൾ നമുക്ക് ID കാർഡും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ പറ്റുന്നത്. വളരെ എളുപ്പത്തിലാണ് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനും ID കാർഡ് ലഭിക്കാനും സാധിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത്. പുതുതായിട്ടൊരാൾ വോട്ട് ചേർക്കുകയാണെങ്കിൽ അയാളുടെ ഒരു ID പ്രൂഫ്
ഇപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലത്തും ആധാറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ID പ്രൂഫ്, ഒരു ഫോട്ടോ, പിന്നെ വീട്ടിലുള്ള ആരുടെയെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയുടെയോ മറ്റോ ID കാർഡ് നമ്പർ. ഈ ID കാർഡ് നമ്പർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ സ്ഥാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോയും നമ്മുടെ ID പ്രൂഫിൻ്റെ അല്ലെങ്കിൽ ഏജ് പ്രൂഫിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഫോട്ടോ എടുത്ത് JPG ഫോർമാറ്റിൽ 2 MB കുറയാതെയുള്ള JPG ഫോർമാറ്റിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. കാരണം ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സിമ്പിളായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പേര് ഓട്ടോമാറ്റിക്കായി വോട്ടേഴ്സ് ലിസ്റ്റ് ചേരുന്നു. നമുക്ക് വളരെ മനോഹരമായ PVC കാർഡിലുള്ള ഒരു വോട്ടേഴ്സ് ID ലഭിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ വീഡിയോയിലേക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് നമ്മുടെ ഫോട്ടോ ഇമേജായിട്ട് സ്കാൻ ചെയ്തത്, അതുപോലെ തന്നെ നമ്മുടെ ID പ്രൂഫ്, മിക്കവാറും ആധാർ മതിയാവും. പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആരുടേതെങ്കിലും ID പ്രൂഫ്, അതായത് വോട്ടേഴ്സ് ID. കാരണം നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ സ്ഥാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അത് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തെത്തിപ്പോകും. ഒന്നുകിൽ നമ്മുടെ വീട്ടിലുള്ള വീട്ടിലാർക്കും വോട്ടില്ലെങ്കിൽ നമ്മുടെ അയൽവാസിയുടെയോ മറ്റോ മതിയാകും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ കേന്ദ്രത്തിൻ്റെ സൈറ്റായ www.nvsp നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്നുള്ള സൈറ്റാണ് എടുക്കേണ്ടത്. അതിലെടുത്തു കഴിഞ്ഞാൽ സൈറ്റ് ഓപ്പൺ ആക്കുന്നത് അതിൻ്റെ ഹോം പേജിൽ കാണാം, ലോഗിൻ ഓർ രജിസ്റ്റർ ടു അവെയിൽ ഫോളോയിങ് ഫെസിലിറ്റീസ്. നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മളിതിൽ ലോഗിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യണം. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പുതിയ വോട്ട് ചേർക്കാം, പിന്നെ പ്രവാസി വോട്ട്, പിന്നെ നമുക്ക് വോട്ടർ പട്ടികയിൽ ആരുന്നുണ്ടെങ്കിൽ പേര് ഒഴിവാക്കാം, പിന്നെ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താം, നമ്മുടെ മണ്ഡലം മാറാം, അതായത് നമ്മുടെ വോട്ടിംഗ് മണ്ഡലം അത് മാറാം, അതിൽ തന്നെ മറ്റൊരു ബൂത്തിലേക്ക് മാറാം, ഒരേ മണ്ഡലത്തിൽ തന്നെ മറ്റൊരു ബൂത്തിലേക്ക് നമുക്ക് മാറാം. ഇതൊക്കെ എന്തിന് പറ്റും, ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്താൽ പറ്റും. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ ലോഗിൻ എന്നുള്ള അല്ലെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ എന്ത് കാണാം, ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ അവർക്കൊരു യൂസർ ID-യും പാസ്വേഡും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുതുതായി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അടിയിൽ പച്ച മഷിയിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ എന്തുണ്ട്, ഡോണ്ട് ഹാവ് അക്കൗണ്ട് രജിസ്റ്റർ ആസ് ന്യൂ യൂസർ എന്ന് കാണാം. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. ആരാണോ ചെയ്യുന്നത് അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ക്യാപ്ച കാണാൻ പറ്റും. ആ ക്യാപ്ച നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിലുള്ള പോലെ തന്നെ. നമുക്ക് നോക്കിയിട്ട് മനസ്സിലാതെ അത് കൊടുത്താൽ മതി. പിന്നെ നിലവിൽ നിങ്ങൾക്ക് ID കാർഡ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട് ഐ ഹാവ് എപ്പിക് നമ്പർ. അപ്പോൾ നമുക്കത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഐ ഡോണ്ട് ഹാവ് കൊടുക്കുക. അതിനു മുമ്പായിട്ട് നമ്മളെ നമ്പറിലേക്ക് OTP വരുന്നതാണ്. ആ OTP അടിച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം നമ്മൾ ലോഗിൻ. പൂജ്യം 4 99 58. അപ്പോൾ OTP അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യുക. അപ്പോൾ നമുക്കവിടെ കാണാം മൊബൈൽ നമ്പർ വെരിഫൈഡ്. അതിനുശേഷം എന്ത് കൊടുക്കുക, നമുക്ക് നിലവിൽ ID കാർഡ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഐ ഡോണ്ട് ഹാവ് എപ്പിക് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ പേരടിച്ചു കൊടുക്കുക. ആരതാണോ ചേർക്കേണ്ടത്
ഇപ്പോൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6 അക്ക പാസ്വേഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ എന്തൊക്കെയാണ് പാറ്റേണുകൾ വേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 6 അക്കത്തിൽ ഒരു നമ്പർ വേണം, 0-ൻ്റെയും 9-ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പർ. പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സ്റ്റാർ, പിന്നെ ഹാഷ്, ഹൈഫണ്, അണ്ടർസ്കോർ, @ ഏതും കൊടുക്കാം. അതിന് ശേഷം ഒരു വില്ലക്ഷരം ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിൽ A to Z ഇടയ്ക്ക് വില്ലക്ഷരം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ കൊടുക്കുമ്പോൾ സ്മോൾ ലെറ്റർ വേണം, ക്യാപിറ്റൽ ലെറ്റർ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം. പിന്നെ 6 അക്ക മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്താൽ രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ എന്ത് കാണും, നമുക്കൊരു മെസ്സേജ് കാണും, യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അതിൽ നമ്മൾ സ്റ്റേറ്റ് നേരത്തെ സെലക്ട് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ഓൾറെഡി അവിടെ വരും. പിന്നെ ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹൗസ് നമ്പർ എന്നുള്ള കോളത്തിൽ നമ്മുടെ വീട്ടു നമ്പർ പ്ലസ് നമ്മുടെ വീട്ടു പേര് കൊടുക്കുക. അത് ഇംഗ്ലീഷ് കൊടുക്കുക. പിന്നെ റൈറ്റ് സൈഡിൽ അത് മലയാളത്തിൽ വരും. അപ്പോൾ മലയാളത്തിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് വരില്ലെങ്കിൽ അവിടെ തന്നെ എന്തുണ്ട്, കീപാഡ്, അത് വെച്ച് നമുക്ക് മലയാളത്തിൽ ചെയ്യാൻ പറ്റും. ഏകദേശം നമുക്കൊരു 7 സെക്ഷനായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒന്നാമത്തെ സെക്ഷൻ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യലാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്യണം. നമ്മളിപ്പോൾ എല്ലാത്തിനും ആധാർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ആധാർ തന്നെ സ്കാൻ ചെയ്ത് വെച്ച് JPG ഫോർമാറ്റിൽ 2 MB താഴെയായിട്ടുള്ള ആധാർ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആ അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലി പെട്ടയോ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയുടെയോ മറ്റോ ID കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. കാരണം അത് നമ്മുടെ ID കാർഡിൽ നമ്മൾ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ അടിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സൈഡിലുണ്ടാകുക. ഇത് അടിച്ചു കൊടുത്താൽ എന്താവും, നമ്മുടെ വീട്ടുകാരുടെ കൂടെ തന്നെ നമ്മുടെ പേരും കാര്യം വരും. അത് രണ്ടാമത്തെ പേജിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിൽ ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വില്ലേജ്, ജനിച്ച വില്ലേജ് സെലക്ട് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്റ്റേറ്റ്, പിന്നെ ജില്ല, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏജ് പ്രൂഫായിട്ട് ആധാർ തന്നെ കൊടുക്കാം. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ JPG ഫോർമാറ്റിൽ 2 MB താഴെയായിട്ടുള്ള ഫയലാണ്. അതിന് ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ് റൈറ്റ് സൈഡിൽ ആധാർ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് വരുന്നത് നമ്മുടെ പാർലമെന്റ് മണ്ഡലം അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലമാണ്. നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയുണ്ട്, കണ്ണൂർ ജില്ല എല്ലാ മണ്ഡലങ്ങളും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക, പേര്, പിന്നെ നമ്മളെ രക്ഷിതാവിൻ്റെ പേര്, നമ്മുടെ സെക്സ് ഏതാണ് അത് കൊടുക്കുക, രക്ഷിതാവിൻ്റെ പേര് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കലാണ്. ഫോട്ടോ JPG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇമെയിൽ ID ഉണ്ടെങ്കിൽ ഇമെയിൽ ID കൊടുക്കുക, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കണം, മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്ത ശേഷം അവസാനം എന്ത് ചെയ്യുക, നമ്മൾ ഡിക്ലറേഷനാണ് കൊടുക്കുന്നത്. അവിടെ നമ്മുടെ പ്ലേസ് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓട്ടോമാറ്റിക് അവിടെ വരുന്നതാണ്. പ്ലേസ് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ നിലവിൽ കൊടുത്ത നമ്മുടെ ID കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിടത്തോളമുള്ള വിവരങ്ങൾ അവിടെ വരുന്നതാണ്. അപ്പം അതിൽ നോക്കുക എല്ലാം കറക്റ്റ് തന്നെയാണോ എന്ന് നമ്മൾ നോക്കുക.
എല്ലാം നിരീക്ഷിച്ചതിന് ശേഷം മാത്രം ഏറ്റവും അവസാനം നമ്മൾ കംപ്ലീറ്റ് നോക്കിയിട്ട് ശേഷം ഉള്ള കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റണത്. കറക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സബ്മിറ്റ് കൊടുക്കാം. അപ്പം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചതായിട്ടുള്ള ഒരു റെഫറൻസ് നമ്പർ നമുക്ക് കിട്ടും. അതിന് ശേഷം എന്ത് ചെയ്യുക, ആ റെഫറൻസ് നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ചില സമയത്ത് നമുക്ക് മെസ്സേജ് ആയിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ആ റെഫറൻസ് നമ്പർ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ അപേക്ഷ ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അപേക്ഷ എത്രത്തോളം ആയിട്ടുണ്ട്, പുരോഗമിക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. റെഫറൻസ് നമ്പർ നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മൾ ട്രാക്ക് സ്റ്റാറ്റസ് എന്നുള്ള അടിച്ചു നോക്കിയാൽ നമ്മൾ റെഫറൻസ് ഐ ഡി അവിടെ കൊടുത്താൽ നമ്മൾ നിലവിലുള്ള സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അപ്പം നമ്മൾ ഇപ്പം ചെയ്തതുകൊണ്ട് അവിടെ സബ്മിറ്റ് ഇടുന്നതാണ്. അവിടെ 4 പ്രോസസ്സിംഗ് ഉണ്ട്. സബ്മിറ്റ് ശേഷം BLOയിലേക്ക് പോകും. BLOയ്ക്ക് ശേഷം പിന്നെ BLOയുടെ ഫീൽഡ് വെരിഫിക്കേഷൻ ആണ്. അതിനുശേഷം അപേക്ഷ നിരസിച്ചോ അല്ലെങ്കിൽ സ്വീകരിച്ചോ എന്നും കൂടി നമുക്ക് അറിയാൻ സാധിക്കും.